പ്രോസസ്സിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീരേഖ. ശ്രീരേഖ ഈ വീക്കിൽ വളരെ നന്നായിട്ട് പല ടാസ്കുകളിലും നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നിലവിൽ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ശ്രീരേഖയാണ്. പിന്നെ രണ്ടാമത് നിൽക്കുന്നത് നന്ദനയാണ്. പക്ഷെ ഇന്നലത്തെ ആ ഒരു എവിക്ഷൻ പ്രോസസ്സിൽ നമ്മൾ കണ്ടതാണ് നന്ദന സേവ് ആയത്. നമുക്കറിയാം ശ്രീരേഖയുടെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കിയാൽ ഒട്ടും ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഒന്നും അല്ല ശ്രീരേഖ. പക്ഷെ പ്രേക്ഷകരുടെ പിന്തുണയാണല്ലോ വലുത്. പക്ഷേ ടാസ്കുകളിലും അതുപോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽ ഗെയിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ആൾക്കാരിൽ ഏറ്റവും താഴെയാണ് ശ്രീരേഖ. എന്നാൽ ശ്രീരേഖനെ സംബന്ധിച്ചൊരു ലക്ക് കൂടെയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഏറ്റവും നല്ല പെർഫോമേഴ്സ് ഒക്കെ ഇതിനകം എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം റോക്കി, രതീഷ്, സിബിൻ, ഗബ്രി, പൂജ ഇവരൊക്കെ നേരത്തെ തന്നെ പോയിരുന്നു. ഇവർ പോയില്ലായിരുന്നു എങ്കിൽ ശ്രീരേഖയായിരുന്നു ആദ്യം പോകേണ്ടിയിരുന്നത്. അതുപോലെ നമുക്ക് ഈ ഓൺലൈൻ വോട്ടിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ താഴെ തന്നെയാണ് ശ്രീരേഖ. ഇന്ന് നോ എവിക്ഷൻ ആണോ അല്ലെങ്കിൽ എവിക്ഷൻ ഉണ്ടോ എന്നറിയില്ല. എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീരേഖ ആയിരിക്കും മിക്കവാറും പോവുക.